നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സെബി ജോർജ് തെക്കൂടൻ. ആദ്യം പ്രധാന വാർത്തകൾ. ദേശീയപാത വാണിയംപാറയിൽ പിക്കപ്പ് വാനിടിച്ച് കാൽനട യാത്രികനായ 2 പേർക്ക് ദാരുണാന്ത്യം. പാലിയേക്കര ടോൾ പ്ലാസയിലും അടിപ്പാത നിർമ്മാണം നടക്കുന്ന ആമ്പല്ലൂരിലും വൻ ഗതാഗത കുരുക്ക്. തൃശൂർ പാതയിലാണ് ഗതാഗത കുരുക്ക്. കനകമല കുരിശുമുടി നോമ്പുകാല തീർത്ഥാടനത്തിന്റെ ഭാഗമായുള്ള മഹാതീർത്ഥാടനം ഞായറാഴ്ച. ആമ്പല്ലൂർ NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ദിനാചരണവും വിശേഷാൽ പൊതുയോഗവും സംഘടിപ്പിച്ചു. ആദ്യമായി 70,000 രൂപ കടന്ന് സ്വർണ്ണവില. പവന് 200 രൂപ വർദ്ധിച്ച് 7,160 രൂപയായി. വാർത്തകൾ വിശദമായി. ദേശീയപാത വാണിയംപാറയിൽ കള്ള് കയറ്റിക്കൊണ്ടുവന്ന പിക്കപ്പ് വാനിടിച്ച് 2 പേർ മരിച്ചു. വാണിയംപാറ സ്വദേശി ജോണി, മണിയൻകിണർ സ്വദേശി രാജു എന്നിവരാണ് മരിച്ചത്. ശനിയാഴ്ച രാവിലെ 8:30 തൃശൂർ ഭാഗത്തേക്കുള്ള പാതയിലാണ് അപകടമുണ്ടായത്. വാണിയംപാറ കുളത്തിന് സമീപത്ത് വെച്ചായിരുന്നു അപകടം. റോഡരികിലൂടെ നടന്നു പോവുകയായിരുന്ന ഇരുവരെയും പിറകിലൂടെ എത്തിയ പിക്കപ്പ് ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. പാലിയേക്കര ടോൾ പ്ലാസയിലും അടിപ്പാത നിർമ്മാണം നടക്കുന്ന ആമ്പല്ലൂരിലും വൻ ഗതാഗത കുരുക്ക്. ടോൾ പ്ലാസ മുതൽ പുതുക്കാട് വരെ ഗതാഗത കുരുക്ക് രൂക്ഷമാണ്. തൃശൂർ പാതയിലാണ് ഗതാഗത കുരുക്ക് രൂക്ഷം. സർവീസ് റോഡുകളുടെ പണി പാതിവഴിയിൽ നിലച്ചതോടെ മേഖലയിൽ അടിക്കടി ഗതാഗതം സ്തംഭിക്കുന്ന അവസ്ഥയാണ്. വാഹനങ്ങൾ നിരങ്ങി നീങ്ങുന്ന കാഴ്ചയാണ്. അരമണിക്കൂർ വരെ എടുത്താണ് വാഹനങ്ങൾ കടന്നുപോകുന്നത്. ശനിയാഴ്ച രാവിലെ മുതൽ പുതുക്കാട് ആമ്പല്ലൂർ മേഖലയിൽ ഗതാഗത കുരുക്ക് രൂക്ഷമാണ്. ജോലിക്ക് പോകുന്നവർ അടക്കമുള്ളവർക്ക് ഇതുവഴിയുള്ള യാത്ര ദുഷ്കരമാവുകയാണ്. ആംബുലൻസിനും കടന്നുപോകാൻ ബുദ്ധിമുട്ട് നേരിട്ടു. അവധിക്കാലവും വിഷു വിപണിയിലെ തിരക്കും വർദ്ധിച്ചതോടെ ഇതുവഴി കടന്നുപോകുന്ന വാഹനങ്ങളുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട്. അടിപ്പാത നിർമ്മാണം ആരംഭിക്കുന്ന നാൾ മുതൽ പുതുക്കാട് മേഖലയിലെ ഗതാഗതം സ്തംഭിക്കുന്ന അവസ്ഥയാണ്. പ്രാരംഭ നടപടികൾ പൂർത്തീകരിക്കാതെ നിർമ്മാണം ആരംഭിച്ചുവെന്ന ആക്ഷേപം അന്നു മുതൽ ഉയർന്നിരുന്നു. അടിപ്പാത നിർമ്മാണം ആരംഭിച്ച മാസങ്ങൾ പിന്നിട്ടിട്ടും ഗതാഗത സ്തംഭനം പതിവാകുകയാണ്. സ്വകാര്യ ബസ്സുകൾ അടക്കമുള്ള വാഹനങ്ങളുടെ സമയക്രമത്തെ വരെ ഗതാഗത കുരുക്ക് ബാധിക്കുന്ന അവസ്ഥയാണ്. 86ാമത് കനകമല കുരിശുമുടി നോമ്പുകാല തീർത്ഥാടനത്തിന്റെ ഭാഗമായുള്ള മഹാതീർത്ഥാടനം ഞായറാഴ്ച നടക്കും. വൈകുന്നേരം 5-ന് അടിവാരം പള്ളിയിൽ മഹാതീർത്ഥാടനത്തിന്റെ ഭാഗമായി നടക്കുന്ന പൊതുസമ്മേളനം ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പ് മാർ പോളി കണ്ണുക്കാടൻ ഉദ്ഘാടനം ചെയ്യും. വികാരി ജനറൽ മോൺസിഞ്ഞോർ വിൽസൺ ഈരത്തറ അധ്യക്ഷത വഹിക്കും. കൊടകര ഫൊറാന വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി, റെക്ടർ ഫാദർ മനോജ് മേക്കാടത്ത് തുടങ്ങിയവർ പങ്കെടുക്കും. തുടർന്ന് ബിഷപ്പിന്റെ നേതൃത്വത്തിൽ നിരവധി വിശ്വാസികളുടെ അകമ്പടിയോടെ കുരിശുമുടിയിലേക്ക് പ്രാർത്ഥനാ യാത്ര നടക്കും. രാത്രി 7-ന് കുരിശുമുടിയിൽ നടക്കുന്ന ദിവബലിക്കും തിരുക്കർമ്മങ്ങൾക്കും ബിഷപ്പ് മാർ പോളി കണ്ണുക്കാടൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ക്രൈസ്തവ വിശ്വാസികൾ വിശുദ്ധവാരമായി ഈ മാസം 13 മുതൽ 20 വരെയുള്ള ദിവസങ്ങളിൽ കനകമല കുരിശുമുടി കയറാൻ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരങ്ങളാണ് എത്താറുള്ളത്. ഈ ദിവസങ്ങളിൽ രാത്രി 12 വരെ വിശ്വാസികൾക്ക് മല കയറാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുള്ളതായി PRO ഷോജൻ ഡി വിധേയത്തിൽ അറിയിച്ചു. വഴിവിളക്ക്, കുടിവെള്ളം, ഫസ്റ്റ് എയ്ഡ്, ആംബുലൻസ് സേവനം, വാഹന പാർക്കിംഗ് തുടങ്ങിയ സൗകര്യങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഏപ്രിൽ 27 നടക്കുന്ന വിശ്വാസ പ്രഖ്യാപന തിരുനാളോടുകൂടി 86ാമത് കനകമല തീർത്ഥാടനം സമാപിക്കും. ആമ്പല്ലൂർ NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ദിനാചരണവും വിശേഷാൽ പൊതുയോഗവും സംഘടിപ്പിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കരയോഗം പ്രസിഡന്റ് C മുരളി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി G കലാസാഗരൻ, ട്രഷറർ N മുരളീധരൻ, വൈസ് പ്രസിഡന്റ് സജീവ് കരിപ്പേരി, ഭരണസമിതി അംഗം ജയൻ മഠത്തിൽ എന്നിവർ പ്രസംഗിച്ചു. വളരെ ബോധപൂർവമായി ഇന്ത്യ പോലുള്ള ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യത്ത് യുവതലമുറയിൽ ഒരു പുതിയ തരം ക്യാൻസർ വ്യാപിപ്പിക്കണമെന്ന രീതിയിൽ അന്താരാഷ്ട്ര തലത്തിൽ ഇടപെടായി. അതേക്കുറിച്ച് ആധികാരികമായിട്ട് ചർച്ച നടക്കുക. എങ്ങനെയാണ് ലോകത്തിലെ പല വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലെ ഗ്രാമങ്ങളിലേക്ക്, പ്രത്യേകിച്ച് കേരളത്തിലെ ഇന്ത്യ രാജ്യത്തിന് പലതും മാതൃകയായ
വിദ്യാഭ്യാസ മേഖലയിൽ ഒന്നാമത് നിന്ന ലോകത്തിലെ എല്ലാ രാജ്യത്തും കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലും ഇത് ഈ ലഹരി പടർന്നു പിടിച്ചിരിക്കുകയാണ്. ഇതിന് ഒരു ബോധവൽക്കരണം നടത്തുന്നതിനായിട്ട് NSSന്റെ നേതൃത്വത്തിൽ എല്ലാ കരയോഗങ്ങളിലും ഇന്ന് ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നു. ഇതിൻ്റെ ഭാഗമായി നമ്മുടെ കരയോഗത്തിലും ഇത് ആചരിക്കുന്നതാണ്. നമുക്കറിയാം, നമ്മുടെ തൊട്ടടുത്ത ത്യാഗരാജ പോളിടെക്നിക്, അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി സ്കൂൾ, ഇത്തരം സ്കൂളുകളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കോളേജുകളുമായി ബന്ധപ്പെട്ട് നമ്മുടെ സമീപ പ്രദേശമായ അളഗപ്പ ടെക്സ്റ്റൈൽസ്, സ്റ്റാഫ് ക്വാർട്ടേഴ്സ്, അതുപോലെ തന്നെ മറ്റു ക്വാർട്ടേഴ്സുകൾ എല്ലാം കാട് പിടിച്ചു കിടക്കുന്ന ഒരു ശോചനീയാവസ്ഥയിലാണ് എന്ന് എല്ലാവർക്കും അറിയാം. പുതുക്കാട് മണ്ഡലം തല പട്ടയ അസംബ്ലി യോഗം KK രാമേന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വിവിധ സ്ഥലങ്ങളിൽ ലഭിച്ചിട്ടുള്ള പട്ടയ അപേക്ഷകളുടെ പുരോഗതിയും നിലവിലെ സ്ഥിതിയും യോഗത്തിൽ ചർച്ചയായി. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് A ബാലകൃഷ്ണ മാസ്റ്റർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ EK അനൂപ്, TS ബൈജു, N മനോജ്, കലാപ്രിയ സുരേഷ്, റവന്യൂ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. പുതുക്കാട് KSRTC സ്റ്റാൻഡിന് മുൻപിൽ 5 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം. കാറും ഓട്ടോയും ഓട്ടോ ടാക്സിയും 2 ബൈക്കുമാണ് കൂട്ടിയിടിച്ചത്. ശനിയാഴ്ച രാവിലെ 8:30 അപകടം. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിലെ പാടശേഖരങ്ങളിൽ നിന്ന് നെല്ല് ശേഖരിച്ച് അഗ്രി ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അരിയാക്കി വിപണിയിൽ ഇറക്കുന്ന പറപ്പൂക്കര മട്ടയുടെ വിപണന ഉദ്ഘാടനം KK രാമേന്ദ്രൻ MLA നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് അധ്യക്ഷനായി. കാർഷിക കർമ്മസേന സെക്രട്ടറി ദിനേശ് വെള്ളപ്പാടി, പ്രസിഡന്റ് K സുധാകരൻ, കൃഷി ഓഫീസർ MR അനീറ്റ എന്നിവർ പ്രസംഗിച്ചു. ആദ്യ വിൽപ്പന പഞ്ചായത്ത് അംഗം KK രാജന് നൽകി MLA നിർവഹിച്ചു. 10 കിലോ പാക്കറ്റിൽ ലഭിക്കുന്ന അരിയുടെ വില 700 രൂപയാണ്. പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന കുടുംബശ്രീ വെജിറ്റബിൾ കിയോസ്കിലും കൃഷി ഓഫീസിലും പറപ്പൂക്കര മട്ട ലഭ്യമാണ്. യേശുക്രിസ്തുവിന്റെ ജെറൂസലം നഗരപ്രവേശനത്തെ അനുസ്മരിപ്പിക്കുന്ന ഓശാന ഞായർ ആഘോഷത്തോടെ ക്രൈസ്തവ വിശ്വാസികളുടെ പീഡാനുഭവ വാരാചരണത്തിന് ഞായറാഴ്ച തുടക്കമാകും. പെരുന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി വിവിധ ക്രിസ്ത്യൻ പള്ളികളിൽ പ്രാർത്ഥനകൾ, കുരുത്തോല പ്രദർശനം, കുരുത്തോല വാഴ്വിന്റെ ശുശ്രൂഷകൾ, വിശുദ്ധ കുർബാന, വചനപ്രഘോഷണം എന്നിവ നടക്കും. ഇനി വിഷുവിശേഷങ്ങളുമായി കണി കാണും നേരം. നേരത്തെ പൂത്തു കൊഴിഞ്ഞു തീരാറായ കണിക്കൊന്നയെ ഓർത്ത് നൊമ്പരപ്പെടേണ്ട. വിഷുക്കണി ഒരുക്കാൻ തണ്ടു നിറയെ ഇലകളും പൂക്കളുമായി പ്ലാസ്റ്റിക് കൊന്ന പൂക്കൾ ഇതാ വിപണിയിൽ റെഡി. കാലം മാറുന്നതിനനുസരിച്ച് കോലവും മാറും എന്നൊരു ചൊല്ലുണ്ട്. കാലത്തിനനുസരിച്ച് ആഘോഷങ്ങളിലും മാറ്റം വന്നിട്ടുണ്ട്. വിഷുക്കണിയിലും അത്തരത്തിലൊരു മാറ്റമാണിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പണ്ട് കാടും മേടും താണ്ടി ഏറെ അലഞ്ഞാണ് വിഷുക്കണിക്കായി കണിക്കൊന്ന ശേഖരിച്ചിരുന്നത്. എന്നാൽ ഇന്ന് ശേഖരിച്ച നല്ല മഞ്ഞ കണിക്കൊന്നയ്ക്ക് പകരം പ്ലാസ്റ്റിക്കിന്റെ കണിക്കൊന്നയാണ് വിപണിയിൽ സുലഭമായി ലഭിക്കുന്നത്. നല്ല തുടുത്ത കടും മഞ്ഞ നിറത്തിലുള്ള കണിക്കൊന്ന കുലകൾ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ പ്ലാസ്റ്റിക് ആണെന്ന് ആർക്കും മനസ്സിലാവില്ല. കൊന്നമരത്തിന്റെ ഇലകളും ഒറിജിനലിന് സമാനമാണ്. പ്ലാസ്റ്റിക്കിലും തുണിയിലും തീർത്ത നിറം മങ്ങാതെ വർഷങ്ങളോളം സൂക്ഷിക്കാൻ കഴിയുന്ന കൊന്ന പൂക്കളാണ് വിപണിയിൽ നിരന്നിരിക്കുന്നത്. ഇലയും തണ്ടുമടങ്ങിയ പൂങ്കുലയ്ക്ക് 25 മുതൽ 225 രൂപ വരെയാണ് വില. പൂക്കളും മൊട്ടുകളും നിറഞ്ഞ് ഒറിജിനലിനെ വെല്ലും. പൂക്കൾ വാടി കൊഴിയില്ലെന്നതിനാലും കണി ഒരുക്കിയ ശേഷം വീടിന് അലങ്കാരമായി വെക്കാൻ കഴിയുന്നതിനാലും പ്ലാസ്റ്റിക് കൊന്നപ്പൂക്കൾക്ക് ആവശ്യക്കാർ ഏറെയാണ്. വിഷുവിന് 2 ദിവസം മുൻപ് മുതലാണ് കൊന്നപ്പൂക്കൾ എത്തുക എങ്കിൽ ആഴ്ചകളായി പ്ലാസ്റ്റിക് പൂക്കൾ വിപണിയിലുണ്ട്. വിഷു വിപണി ലക്ഷ്യമാക്കിക്കൊണ്ട് അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ പച്ചക്കറി കൃഷി വികസനം 2024-25 പദ്ധതിയുടെ ഭാഗമായി സൗമ്യ ബിജു, വർഗീസ് മാണിയാക്കു എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടത്തി.
പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗം വി കെ വിനീഷ് അധ്യക്ഷനായിരുന്നു. കൃഷി ഓഫീസർ എൻ ഐ റോഷ്നി, വൈസ് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ, വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ പ്രിൻസി ഡേവിസ്, കുടുംബശ്രീ ചെയർപേഴ്സൺ ഗിരിജ പ്രേംകുമാർ, തൊഴിലുറപ്പ് തൊഴിലാളി മേറ്റ് റോഷ്നി ജോസ്, സൗമ്യ ബിജു, കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരായ കെ എസ് സ്മിത, പി അരുണ, കാർഷിക വികസന സമിതി അംഗങ്ങൾ, കർഷകർ എന്നിവർ സന്നിഹിതരായി. 80 സെന്റ് സ്ഥലത്താണ് കൃഷി ഇറക്കിയത്. പുതുക്കാട് ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡിൽ പകൽ വീട് പണിയാൻ ഫണ്ട് അനുവദിക്കാമെന്ന് കെ കെ രാമേന്ദ്രൻ MLA പറഞ്ഞു. തണൽ പുഞ്ചിരി ക്ലബിന്റെ വിഷു ഈസ്റ്റർ ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ചന്ദ്രൻ മുഖ്യാതിഥിയായി. MV യതീന്ദ്രദാസ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം ടീന തോബി വിഷു കൈനീട്ടം നൽകി. തോബി തോട്ട്യാന്റെ നേതൃത്വത്തിൽ വിഷുക്കട്ട വിതരണം ചെയ്തു. AC ദേവസിക്കുട്ടി, തങ്ക മാധവൻ, സെക്രട്ടറി AC ലോനപ്പൻ, സുന്ദരൻ പടിയത്ത് എന്നിവർ പ്രസംഗിച്ചു. ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് വിഷു കൈനീട്ടം നൽകി നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു. 16 അംഗ ഹരിതകർമ്മസേനയ്ക്ക് വിഷു കൈനീട്ടം നൽകി. ബാലസൗഹൃദ പഞ്ചായത്ത് പദ്ധതികളുടെ ഭാഗമായി നെന്മണിക്കര ഗ്രാമപഞ്ചായത്തിൽ കുട്ടി പാർലമെന്റ് നടത്തി. ജനാധിപത്യ തിരഞ്ഞെടുപ്പ് രീതികളും വികസന പ്രക്രിയകളും മനസ്സിലാക്കുന്നതിന്റെ ഭാഗമായി കുട്ടി പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവരെ തെരഞ്ഞെടുത്തു. 15 വാർഡുകളിൽ നിന്നായി 170 കുട്ടികൾ പങ്കെടുത്തു. മുപ്ലിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1997 SSLC ബാച്ചിന്റെ നേതൃത്വത്തിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും സംഗമം നടത്തി. PTA പ്രസിഡന്റ് ബിനോയ് ഞെരിഞ്ഞാമ്പള്ളി അധ്യക്ഷനായി. CF തോമസ് നേതൃത്വം നൽകി. പൂർവ്വ അധ്യാപകരായ P ഉഷാദേവി, VC കുമാരി, R ലീലാമണി, TT ലീല, KV രമണി, ഉഷ ആന്റണി, സുശീല, ജോളി ജോസ് മഞ്ഞളി, KK ലീല, MK സരോജിനി, PA കുര്യാക്കോസ്, TN കൃഷ്ണൻ ഇളയത്, PJ ഫിലോമിന, രാധാമണി, പത്മാവതി, IR ബാലകൃഷ്ണൻ എന്നിവരും അനധ്യാപകനായ സുരേഷ്, നളിനിയമ്മ, ജയന്തൻ വെള്ളാന്തറ എന്നിവർ സന്നിഹിതരായി. ഓട്ടോ ആൻഡ് ലൈറ്റ് മോട്ടോർ ഡ്രൈവേഴ്സ് യൂണിയൻ CITU കൊടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ക്യാമ്പും അംഗത്വ വിതരണവും നടത്തി. CITU കൊടകര ഏരിയ സെക്രട്ടറി PR പ്രസാദൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ഏരിയ സെക്രട്ടറി PC ഉമേഷ് അധ്യക്ഷനായി. യൂണിയൻ ഏരിയ കമ്മിറ്റി അംഗം CV ശിവൻ, യൂണിയൻ ഏരിയ കമ്മിറ്റി അംഗം PC ലജീഷ് എന്നിവർ പ്രസംഗിച്ചു. ക്ഷേമനിധി ബോർഡ് ജൂനിയർ സൂപ്രണ്ട് രഘുമേനോൻ ക്ലാസ് എടുത്തു. കേരള ലേബർ മൂവ്മെന്റ് തൃശൂർ അതിരൂപത മെയ് ദിനാഘോഷം മെയ് 1 രാവിലെ 8:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ നടക്കും. പുതുക്കാട് മൂലൻ ഗോൾഡ് വർക്സിൽ നടക്കുന്ന പരിപാടി ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്യും. മെയ് ദിന റാലി, വിശുദ്ധ കുർബാന, തൊഴിലാളി സമ്മേളനം എന്നിവ പരിപാടിയോടനുബന്ധിച്ച് നടക്കും. ആഗോള താപനത്തെ പ്രതിരോധിക്കാൻ എനർജി മാനേജ്മെന്റ് സെന്റർ ഗവൺമെന്റ് വിവിധ നിയോജക മണ്ഡലങ്ങളിൽ നടത്തുന്ന കുളിർമ കൂൾ റൂഫ് ടെക്നോളജി ബോധവൽക്കരണ സെമിനാറിന്റെ ജില്ലാതല ഉദ്ഘാടനം നെന്മണിക്കര ഗ്രാമപഞ്ചായത്തിൽ വെച്ച് ഏപ്രിൽ 16 രാവിലെ 10 KK രാമേന്ദ്രൻ MLA നിർവഹിക്കും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു അധ്യക്ഷത വഹിക്കും. തുടർന്ന് ബോധവൽക്കരണ സെമിനാറും ചർച്ചയും സംഘടിപ്പിക്കും. ആദ്യമായി 70,000 കടന്ന് സ്വർണ്ണവില. പവന് 200 രൂപ വർദ്ധിച്ച് 70,160 രൂപയും ഗ്രാമിന് 25 രൂപ വർദ്ധിച്ച് 8,770 രൂപയുമായി. കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. മാവേലിക്കര IHRD കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ 3 മാസത്തെ ലൈബ്രറി ഓട്ടോമേഷൻ ട്രെയിനിംഗ് ഇന്റേൺഷിപ്പിനുള്ള അപേക്ഷ ക്ഷണിച്ചു. ലൈബ്രറി സയൻസിൽ ബിരുദം അല്ലെങ്കിൽ ബിരുദാനന്ത ബിരുദം ഉള്ളവർക്ക് അപേക്ഷിക്കാം. 3000 രൂപയാണ് ഫീസ്. പ്രായപരിധിയില്ല. താല്പര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഏപ്രിൽ 15 10 മണിക്ക് കോളേജിലെത്തണം. ഫോൺ 9495 069307 8547005046. മറ്റൊരു നമ്പർ 9495 106544. സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 8,770 രൂപയും പവന് 70,160 രൂപയും രേഖപ്പെടുത്തി. പുതുക്കാട് തട്ടിൽ നാനാപ്പൻ ജോർജ് അന്തരിച്ചു. 79 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30 പുതുക്കാട് സെന്റ് ആന്നീസ് ഫൊറോന പള്ളിയിൽ. ലൂസിയാണ് ഭാര്യ. നൈസി, തോമസ്, പിങ്കി എന്നിവർ മക്കളും. സാൻഡോ, സ്നേഹ, ജോസ് എന്നിവർ മരുമക്കളുമാണ്.
നന്ദിപുലം ചുള്ളിപ്പറമ്പിൽ ബാലൻ മാസ്റ്റർ അന്തരിച്ചു. 78 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. അംബികയാണ് ഭാര്യ. അഭിലാഷ്, അനീഷ് എന്നിവർ മക്കളും സിതാര മരുമകളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയപാത വാണിയംപാറയിൽ പിക്കപ്പ് വാനിടിച്ച് കാൽനട യാത്രികനായ 2 പേർക്ക് ദാരുണാന്ത്യം. പാലിയേക്കര ടോൾ പ്ലാസയിലും അടിപ്പാത നിർമ്മാണം നടക്കുന്ന ആമ്പല്ലൂരിലും വൻ ഗതാഗത കുരുക്ക്. തൃശൂർ പാതയിലാണ് ഗതാഗത കുരുക്ക്. കനകമല കുരിശുമുടി നോമ്പുകാല തീർത്ഥാടനത്തിന്റെ ഭാഗമായുള്ള മഹാതീർത്ഥാടനം ഞായറാഴ്ച. ആമ്പല്ലൂർ NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ദിനാചരണവും വിശേഷാൽ പൊതുയോഗവും സംഘടിപ്പിച്ചു. ആദ്യമായി 70,000 രൂപ കടന്ന് സ്വർണ്ണവില. പവന് 200 രൂപ വർദ്ധിച്ച് 7,160 രൂപയായി. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.